ആയിഷ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ അങ്ങയുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, ഇനി എന്തെങ്കിലും വന്നാലും പുറത്തു തരുമല്ലോ, അങ്ങല്ലേ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, രാത്രി കാലങ്ങൾ മുഴുവനും ഈ കാല് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാ നിസ്കരിക്കുന്നത്? മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ? പടച്ചവനെ, പ്രവാചകന്റെ ഇബാദത്തുകൾ ഇരട്ടിയാക്കുകയാണ്. അവിടുന്ന് രാത്രി മുഴുവനും നിസ്കാരങ്ങൾ പടച്ചവനെ അമിതമായി നിസ്കരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഒരു ഖത്തമോദിയ മുത്തുനബി 2 പ്രാവശ്യം അവിടുന്ന് ഖത്തം തീർക്കുകയാണ്. ഒരുപാട് നന്മകൾ തുടങ്ങി, സദഖകൾ വർദ്ധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി എന്നറിയുവോ? മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വേണമല്ലോ. റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. ഈ സദസ്സിലിരിക്കുന്നവരെ നമുക്കിതുപോലെ അടയാളങ്ങൾ വന്നില്ലേ? അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹുവിന്റെ സഹായമാണ്. ആ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവനെ അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ഈ സൂറത്തിൽ 2 ആയത്തുകൾ 2 അടയാളങ്ങൾ പറയുകയാണ്. 2 അടയാളങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ മതത്തിനുള്ള സഹായം തുടർന്നു കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അവിടുന്ന് പറയുകയാണ്, ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ പടച്ചവനെ എവിടെന്ന് പറയുന്നു അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന്. പിന്നെ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ സഹായം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. മറ്റൊരു സമുദായത്തിനും കിട്ടാത്ത, മറ്റൊരു ജനതയ്ക്കും കിട്ടാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. മുത്തുനബിയുടെ മരണം അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ സൂറത്തെന്ന ചരിത്രം പറയുകയാ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല അൻസല ഹാദിഹി സൂറ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പറയുക, ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം, നാലാമത്തെ പാഠം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നുള്ളതിന് ആദ്യത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അത് മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്ന ഈ സൂറത്ത് നബിക്ക് ഇറങ്ങിയത് അയ്യാമു തശ്രീഖിന്റെ മധ്യത്തിലായിരുന്നു. വിടവാങ്ങാൻ സമയമായിരിക്കുന്നു എന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായെന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉമറേ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പൂർണ്ണമായി കഴിഞ്ഞാൽ എന്തേ പറയുന്നത്?
ഇത് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇസ്ലാം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അങ്ങയുടെ വഫാത്ത് അടുത്തു എന്നതിനുള്ള സൂചനയുണ്ട്. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം ഒരു വലിയ സംഭവം തന്നെ ഇതിനകത്ത്. വലിപ്പം ചെറുപ്പമോ വലിപ്പത്തിനൊന്നും കാര്യമില്ല. ചിലർക്ക് പ്രായമായി, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ അവർക്ക് ഇസ്ലാം സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും മഹത്വമുള്ളവരാ ബദരീങ്ങൾ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മജ്ലിസുന്നൂറൊക്കെ ഇപ്പോൾ മജ്ലിസുന്നൂറൊക്കെ പാരായണം ചെയ്യണം നമുക്ക് ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ബദരീങ്ങൾ അള്ളാഹു അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ മഹത്വമുള്ളവരാ. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന പ്രായമുള്ള സ്വഹാബികൾ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചിരുത്തും. ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. ഈ പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ചെറിയ കുട്ടിയെ പിടിച്ചിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ എന്താ. അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തണേ, എന്തിനാ? ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്നൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ ഈ കുട്ടി ആരാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ ഉൾപ്പെടെ ആ പ്രായമുള്ളവരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ആയത്തിറങ്ങി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം വന്നിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കണം, ഇതാണ് ഇതിനർത്ഥമെന്ന്. അങ്ങനെ എല്ലാവരും ഓരോന്നും പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയാ, ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പറയണേ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ പറഞ്ഞതാണ് സത്യം. പ്രായത്തിൽ കാര്യമില്ല എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കണം. അറിവിൻ്റെ വിഷയം താടിയോ തലപ്പാവിലോ അല്ല, പ്രായത്തിലോ അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, വിജയവും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളണം. റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ് പറയുകയാണ്, നബിയേ, അങ്ങയുടെ ജോലി കഴിഞ്ഞു നബിയേ, ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു, ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങയുടെ ആവശ്യമില്ല, അങ്ങയുടെ ജോലി പൂർണ്ണമായിരിക്കുകയാണ്. അതുകൊണ്ട് മരണം അടുത്തു നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിലേക്ക് മടങ്ങാ സമയമായി, അതുകൊണ്ട് നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിച്ചോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അതാ അവിടെന്ന് പറയുകയാണ്, വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ.
അള്ളാഹുവിന്റെ പ്രവാചകനോട് പോലും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അള്ളാഹു പറയുന്ന ഒരുങ്ങു നബിയേ, സമയമടുത്തു നബിയേ, ഇബാദത്തുകൾ അധികമായി ചെയ്യ് നബിയേ, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തു. അള്ളാഹുവിന്റെ പ്രവാചകന് പോലും അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്. പിന്നെ പ്രവാചകൻ അവിടെ നിന്ന് ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയാ. കാല് നീര് കെട്ടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിന്ന് നിസ്കരിക്കുമ്പോ രണ്ട് കാലുമങ്ങ് നീര് കെട്ടുകയാണ്, രണ്ട് കാലുമങ്ങ് നീര് കെട്ടുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്തിനാ നബിയേ അങ്ങയുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, ഇനി എന്തെങ്കിലും വന്നാലും പുറത്തു തരുമല്ലോ, അങ്ങല്ലേ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? രാത്രി കാലങ്ങൾ മുഴുവനും ഈ കാല് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാ നിസ്കരിക്കുന്നത്? മുത്തുനബിയോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ? പടച്ചവനെ, പ്രവാചകന്റെ ഇബാദത്തുകൾ ഇരട്ടിയാക്കുകയാണ്. അവിടുന്ന് രാത്രി മുഴുവനും നിസ്കാരങ്ങൾ പടച്ചവനെ അമിതമായി നിസ്കരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഒരു ഖത്തമോദിയ മുത്തുനബി 2 പ്രാവശ്യം അവിടുന്ന് ഖത്തം തീർക്കുകയാണ്. ഒരുപാട് നന്മകൾ തുടങ്ങി, സദഖകൾ വർദ്ധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി എന്നറിയുവോ? മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വേണമല്ലോ. റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. ഈ സദസ്സിലിരിക്കുന്നവരെ, നമുക്കിതുപോലെ അടയാളങ്ങൾ വന്നില്ലേ? നമുക്ക് മഹാനായ നബിയന റസൂലുള്ളാഹി 3 സ്വലാത്ത് സല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ മരണം അടുത്തു, ഇനി ഇങ്ങനെ നടന്നാ പോരാ, റെഡിയായിക്കോ, ഒരുങ്ങിക്കോ, തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ജിബ്രീൽ വരുവോ? നമുക്ക് ജിബ്രീൽ വരുവോ? പരമനുഷ്യന്മാരെ വരുവോ? സിറാജ മരണം അടുത്തിട്ടുണ്ട്, ഒരുങ്ങിക്കോ എന്ന് വന്ന് പറയുവോ? പറയുവോ? ഇല്ല. പിന്നെ ആര് വരും? പിന്നെ ആര് വരും? ഇങ്ങോട്ട് ഇനി ആര് വരും? അസ്രായീൽ പിന്നെ വരത്തുള്ളൂ. അടയാളങ്ങൾ വന്നു കഴിഞ്ഞു മരണത്തിന്റെ. നമുക്ക് വഹിയൊന്നും വരത്തില്ല, നമുക്ക് ഖുർആനിന്റെ ആയത്തൊന്നുമില്ല. നമ്മളെടുക്കൽ അടയാളങ്ങൾ പറയാൻ ആരും വരത്തില്ല. അടയാളം വരും, അടയാളങ്ങൾ വരും. ചരിത്രം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബിന് അവിടുന്ന് ചരിത്രം പറയുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ ചരിത്രം പറയുന്നു. യാക്കൂബ് നബിയും അസ്രായീൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും. അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എപ്പോഴാ മരിക്കണേന്നൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ മരണം എപ്പോഴാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പം പറഞ്ഞു, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. ഒരാൾ മരിക്കണം എപ്പോഴാന്ന് പറയാം. വമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. ഒരാളുടെ മരണം അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അപ്പൊ ചോദിച്ചു, വല്ല അടയാളമെങ്കിലും, എൻ്റെ മരണം അടുത്തു എന്നതിന് വല്ല അടയാളമെങ്കിലും ഉണ്ടോ? മരിക്കാൻ പേടികൊണ്ടൊന്നുമല്ല, ഒന്ന് ഒരുങ്ങിയിരിക്കാനാ, ഒന്ന് തയ്യാറാകുന്നതിന് വേണ്ടി വല്ല അടയാളവുമുണ്ടോ?
ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, മരണം വരുന്നതിന് മുമ്പ് 3 അതിഥികൾ വരും. 3 അതിഥികൾ വരും. അവർ വന്നിട്ടേ ഞാൻ വരത്തുള്ളൂ. ഇത്രേ പറഞ്ഞുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഒരു ദിവസം അസ്രായിൽ, കുറേ കാലം കഴിഞ്ഞിട്ട് അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നീയല്ലേ പറഞ്ഞ 3 അതിഥികൾ വരുമെന്ന്, ഇതുവരെ ആരും വന്നില്ലല്ലോ. 3 അതിഥികൾ വരുമെന്ന് നീ പറഞ്ഞല്ലോ, ഇതുവരെ ആരും വന്നില്ല. അപ്പോഴാ പറഞ്ഞ, ആരാ പറഞ്ഞ വന്നില്ല എന്ന്. അവിടെ നിന്ന് ഒന്നാമതായിട്ട് ചോദിച്ചു, ബയാലു ഷൈരിക ബഅദ സവാദി, തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങളുടെ നിറം മാറി വെളുത്തതായില്ലേ, അതായിരുന്നു ഒന്നാമത്തെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്തായിരുന്നു? കറുത്ത രോമങ്ങളൊക്കെ വെളുത്തു. കറുത്ത രോമങ്ങളൊക്കെ ഇല്ലേ, വെളുത്തില്ലേ? വെളുത്തോ? നോക്കട്ടെ, മൊത്തം വെളുത്ത് കേട്ടാ. അടച്ചവനെ പാവപ്പെട്ടെ, വെളുത്തില്ലേ? വണ്ണൻ്റെ തലയിൽ കറുത്ത വല്ലതും ഉണ്ടോ നോക്കണേ. വെളുത്ത രോമങ്ങൾ നമ്മുടെ ശരീരത്ത് കാണുക, അത് മരണത്തിൻ്റെ അടയാളമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ പറഞ്ഞ, ഒരുങ്ങിക്കൊള്ളാൻ. നമുക്ക് ഇങ്ങനെയുള്ള അടയാളങ്ങളാ വരിക, ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് വരിക. അപ്പോൾ പുറകെ ഇരുന്നിട്ട് പുള്ളന്മാർ, ചെറുപ്പക്കാർ പറയുക, എൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല കേട്ടാ. നരച്ചിട്ടുണ്ടോ? നമ്മുടെ മുടി നരച്ചിട്ടില്ല. അപ്പം അതിനടയാളം സമയം ആയില്ല എന്നല്ല, ചിലപ്പോൾ നരയ്ക്കൊന്നും വേണ്ട, ഒറ്റയടിക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? എടാ, മുടി നരച്ചാലേ മരിക്കൂ എന്നല്ലതിനർത്ഥം. മുടിയൊന്നും നരയ്ക്കേണ്ട സമയമായ പോകും. ഇതൊരു അടയാളം മാത്രമേ ഉള്ളൂ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു പറയുകയാ, ഒരുങ്ങിക്കോ. എന്നോട് ഞാൻ പറയുന്നു, നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷിയോ. നമ്മൾ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്ത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും അള്ള പറഞ്ഞു ഒരുങ്ങാൻ. അപ്പൊ പിന്നെ നമ്മളൊരുങ്ങണോ? എങ്ങനെയാ ഒരുങ്ങേണ്ടത്? നല്ല ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്ക്. നന്മകൾ അധികമായി ചെയ്യ്. നിസ്കാരമൊക്കെ എത്ര കലാക്കി, എത്ര നിസ്കാരം കലാക്കി. പടച്ചോനെ, എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ, പെണ്ണുങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണമെന്നിരിക്കുമായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, ഫർദ് നമസ്കാരങ്ങൾ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ സ്വീകരിക്കില്ല എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഫർദ് നമസ്കാരങ്ങൾ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന രീതിയിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. എന്താ അതിൻ്റെ മസലയെന്ന് എനിക്കും അറിയില്ല. നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പലരും അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ പിന്നെ സുന്നത്ത് നിസ്കരിക്കണ്ടല്ലോ. കുറേ ഫർദ് ഖളാ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ ആ ഫർദ് കിട്ടാതെ പൊന്നാര ചങ്ങാതിമാരെ, ഓരോ വഖത്ത് നിസ്കരിക്കുമ്പോഴും അതിൻ്റെ കൂടെ സുന്നത്തുകൾ നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഖളാ ആയി പോയ ഒരു ഫർദ് നിസ്കാരത്തെ ഖളാ വീട്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ 2 പ്രതിഫലവും കിട്ടത്തില്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ളുഹറിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണ്ടേ? സുന്നത്ത് നിസ്കരിക്കില്ലേ? എൻ്റെ ജീവിതത്തിൽ ഖളാ ആയി പോയ ഒരു ളുഹറിൻ്റെ ഫർദ് ഞാൻ അള്ളാഹുവെ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്തിട്ട് ആ ഫർദ് അങ്ങ് നിസ്കരിച്ച 2 പ്രതിഫലവും കിട്ടൂലേ? നമ്മളങ്ങനെ അങ്ങനെ നമ്മൾ മുതലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാതെ അള്ളാഹുവെ ഖളാ ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഇനി തഹജ്ജുദ് നിസ്കരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചില തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്. ഇതിനെക്കുറിച്ച് ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചു പഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ഇപ്പം എൻ്റെ വാട്സപ്പിൽ ഇന്നൊരു മെസ്സേജ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സഹോദരി ചോദിക്കുന്നു, ഉസ്താദെ, മരിച്ച വീട്ടിൽ ദിക്ർ പറഞ്ഞു ഇത്ര, ഇന്ന് മരണ വീട്ടിൽ ദിക്റായിരുന്നു. ദിക്ർ പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് 1 ആണോ 2 ആണോ? ഇതാ സംശയം. മരണ വീട്ടിൽ 40,000-70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മുടെ ബദർ യുദ്ധം നടന്നിട്ടുണ്ടെന്നാ തോന്നണേ. സഹോദരി മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഉസ്താദ് ഇത് 2 ആയിട്ടാണോ പരിഗണിക്കുന്നത്, 1 ആയിട്ടാണോ പരിഗണിക്കുന്നത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെയാ അപ്പം അത് പരിഗണിക്കുന്നത്? പറ. നമ്മളെങ്ങനെ എന്ന് പറഞ്ഞ മരണ വീട്ടിൽ നമ്മൾക്ക് വീട്ടിൽ പറയത്തില്ല ദിക്ർ എങ്ങനെ പറയണേ? ലാ ഇലാഹ. ഇതെത്ര ദിക്ർ? 1 ആണോ 2 ആണോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.